ദേശാഭിമാനി വാരാന്തപ്പതിപ്പിനെ വിവാദത്തിലാക്കിയ കള്ളൻ വിജയനെ നമ്മുടെ അതിൻ്റെ യഥാർത്ഥ ഓതർ, അതായത് ആ ലേഖനം എഴുതിയ ടി.സി. രാജേഷ് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഈ ഫീച്ചർ ഒരിക്കലും ഇനി ദേശാഭിമാനി പ്രസിദ്ധീകരിക്കില്ല, ഉറപ്പാണല്ലോ. അപ്പോൾ രാജേഷ് ഒന്നുകിൽ അത് മറ്റേതെങ്കിലും പത്രങ്ങൾക്ക് നൽകുക, അല്ലെങ്കിൽ സ്വന്തം ഫേസ്ബുക്കിൽ തന്നെ ഇത് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആ ഫേസ്ബുക്കിൽ അത് ഇട്ടു. അതിൻ്റെ തലക്കെട്ടും അത് തന്നെയാണ്, കള്ളൻ രാജൻ ധന്യ നാടകഗ്രാമം, കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം, എന്താ ഈ സ്ഥലപ്പേര് അത് പറഞ്ഞിട്ട്, അതെ പുല്ലമ്പാറ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ഇടുകയും ചെയ്തു, ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. പക്ഷേ അതൊരു സൈഡിൽ കൂടെ അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദേശാഭിമാനിയിൽ വലിയ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കും. അല്ല, മാത്രമല്ല നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ ഇതൊരു വാസ്തവമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. ഇയാൾ സത്യാനന്തര കാലഘട്ടത്തെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന ഈ എം സ്വരാജ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. ഇയാൾക്ക് എന്ത് സത്യാനന്തര കാലഘട്ടം ഇരിക്കുന്നത്? അയാളാണ് വന്ന് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ അല്ലേ, ഇങ്ങനെയൊക്കെ വരും. കള്ളത്തരം മാത്രം എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു ദിനപത്രമാണ് ദേശാഭിമാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സഖാക്കൾ പോലും ഇത് വാങ്ങിച്ച് വീടിൻ്റെ സൈഡിൽ മൂലയ്ക്ക് കൂട്ടി വെച്ചതിന് ശേഷം ഒന്നിച്ച് തൂക്കി ആക്രിക്കാരന് വിറ്റുകൊണ്ടിരിക്കുന്നത്. അവർ ദേശാഭിമാനി വായിച്ചാൽ, അങ്ങനെ വായിക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെ വായിക്കുന്നവരാണ് ഇവിടെ വന്ന് ഈ വിഡ്ഢിത്തരമൊക്കെ പറയുന്നത്. ലോകം ഇനിയും എന്താണ് ലോകത്ത് നടക്കുന്നത് അറിയാതെ ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് ഞാൻ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാശിയുണ്ട്, ഞാൻ മനോരമയൊന്നും വായിക്കില്ല, ഞാൻ ദേശാഭിമാനി വായിക്കും. ആ ദേശാഭിമാനി വായിക്കുമ്പോൾ ആ ദേശാഭിമാനി പറയുന്ന കള്ളം കേട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ശരിക്കും അന്ന് തന്നെ ഈ സത്യാനന്തര പൂമരനെ അന്ന് തന്നെ പൊളിക്കാമായിരുന്നു. ഈ ഞാൻ കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ച പോലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു പരിചയക്കുറവും, അവർക്ക് ഈ ചോദ്യങ്ങൾ പ്രവർത്തകർ വളരെ ചെറുപ്പമാണെന്ന് തോന്നുന്നു, അവർ അത്ര സീനിയർ അറിയില്ല അവർക്ക് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് അയാൾ വന്ന് നിന്ന് കളിക്കുന്നതാണില്ലേ. ഈ സ്വരാജ് അന്ന് എന്തൊക്കെയാണ് പറയുന്നത് ഈ മാധ്യമങ്ങളോട്? അദ്ദേഹം പിണറായി ശൈലിയിൽ മാധ്യമങ്ങളുടെ നേരെ കടുപ്പിച്ച് ഗൗരവത്തിൽ അങ്ങോട്ട് ചോദിക്കുന്നവര് പതറിപ്പോയി. അപ്പൊ അന്നേരം ചോദിക്കേണ്ടതാണ്, നിങ്ങൾ പറയുന്നു ഈ പറയുന്ന ഫീച്ചർ ഇല്ലായിരുന്നു എന്ന്, പക്ഷേ നിങ്ങളിത് പറയുമ്പോഴും ആ ഫീച്ചർ എഴുതിയ ലേഖകൻ ഓൾറെഡി രാവിലെ ഫേസ്ബുക്കിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് എനിക്ക് പറ്റിയ അബദ്ധമാണ്, ഞാൻ ഇത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2, അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു വെച്ച കോപ്പി ഒന്ന് കാണിക്കാൻ മതി. നിങ്ങളീ പറയുന്ന ഫീച്ചർ ദേശാഭിമാനി വാരാന്തപ്പതിപ്പിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കാണിക്കേണ്ടത്? നിങ്ങൾ ഇന്നലെ അടിച്ചു വെച്ച കോപ്പി എടുത്തുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ കാണിക്കണം, ഇതാ ഇങ്ങനെയൊരു സംഭവം ഇല്ല. പിന്നെ എന്താണ് കള്ളൻ വിജയൻ, ആരാണ് കള്ളൻ വിജയൻ എന്നുള്ളതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കാണ് ഇത് വലിയ കോമഡിയായിട്ട് മാറിയത്. പിണറായി വിജയനാണ് കള്ളൻ വിജയൻ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്, ആ ഹെഡിങ് പിണറായി വിജയനെ ബാധിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. സ്വന്തം നേതാവിൻ്റെ പേരെവിടെയെങ്കിലും കള്ളനെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അയാൾ തന്നെയാണ് എന്ന് ധരിച്ച് വശായിരിക്കുകയാണ് ഇവരെല്ലാവരും. കള്ളൻ ആരെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പിണറായി വിജയനാണെന്നാണ് ഇപ്പോൾ സഹാക്കളും പറയുന്നത്. എന്ന് തൊട്ടാണ് നിങ്ങൾ അങ്ങനെ നിരച്ചു തുടങ്ങിയത്? അതാണ് നമ്മളുടെ ചോദ്യം. ഈ വിജയൻ എന്ന് പറഞ്ഞാൽ, കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനായി മാറും എന്ന് നിങ്ങൾ നനയ്ക്കാനുള്ള കാരണം എന്താണ്? അതാണ് നിങ്ങൾ സത്യത്തിൽ ഈ മറ്റൊന്നിനും ധർമ്മയോഗത്താൽ അതാണല്ലയോ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദേശാഭിമാനിയിലെ മുതിർന്ന പത്രപ്രവർത്തകനും വാരാന്തപ്പതിപ്പിന്റെ എഡിറ്ററും നമ്മുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള കെ ആർ രാജയൻ അദ്ദേഹത്തെ അവര് ഇന്നലെ അദ്ദേഹത്തെ മുറി പൂട്ടി വെളിയിലാക്കി. ഓർത്തോണം, തൊഴിലാളി പത്രത്തിലാണ് ഇത് സംഭവിച്ചത്. അവിടെ നടക്കുന്നത് എല്ലായിടത്തും തൊഴിലാളി വിരുദ്ധമാണ്. തൊഴിലാളി പത്രത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന പാർട്ടിയുടെ തൊഴിലാളി പത്രത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അജയനെ മുറി പൂട്ടി, അജയനെ ആ മുറിക്കുള്ളിൽ കയറ്റാൻ വിസമ്മതിക്കുന്നു എന്നാണ് മാതൃഭൂമി വാർത്ത. അതിനൊപ്പം തന്നെ ഈ മെമ്മോ കൊടുത്തിരിക്കുന്നു. എന്നാൽ ഈ സത്യാനന്തര കാലഘട്ടം എന്നും പറഞ്ഞ് വന്ന മനുഷ്യർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ പ്രസംഗിക്കുന്ന സ്വരാജിനെ പോലെയുള്ള ആൾക്കാർക്ക് ബുദ്ധി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അയാൾ തന്നെയാണ് മെമ്മോ എടുത്തിട്ടുള്ളത്, സ്വരാജ് തന്നെയാണ് അജയന് മെമ്മോ അതല്ലേ, അയാൾ തന്നെയാണ് തലേന്ന് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ അതിലില്ല എന്ന് പറയുന്നത്. അത് എഴുതിയ ആൾ പറഞ്ഞു അങ്ങനെ ഒരു ആർട്ടിക്കിൾ അതിലുണ്ട്, അതിൻ്റെ എഡിറ്റർ പറഞ്ഞു അങ്ങനെ ഒരു ആർട്ടിക്കിൾ അതിലുണ്ട്. എന്നാൽ റെസിഡന്റ് എഡിറ്ററായിട്ടുള്ള സ്വരാജ് എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു പത്രം അടിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു ആർട്ടിക്കിൾ അതിലില്ലതാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ കെ ആർ അജയന് മെമ്മോ കൊടുക്കും? ഇത് പണ്ട് ഞങ്ങൾ പ്രസ് ക്ലബ് പഠിക്കുമ്പോൾ ഞങ്ങൾ അധ്യാപകനായിരുന്നു, ഞങ്ങളെ കോഴ്സ് ഡയറക്ടറാണ് കെ.സി. ജോൺ സാറാണ്, ടൈപ്സ് ഓഫ് ഇന്ത്യയിലായിരുന്നു ഒരു സീനിയർ ആയിട്ടുള്ള അദ്ദേഹം എപ്പോഴും പറയായിരുന്നു, ഒരു പത്രത്തിൽ മാനേജിങ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ വൺ ഹു നെവർ മാനേജസ് നോർ എഡിറ്റ്സ് എന്നാണ്. അതെ, ഈ 2 പണിയില്ലേ, അതാണ് റെസിഡന്റ് എഡിറ്റർ.
വിദേശമാനിയിൽ റെസിഡന്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഇപ്പം MLA MP ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു പണി എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ അത് ഇവർക്ക് നേരെ സ്വന്തം പണി ചെയ്തിരുന്നുവെങ്കിൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ച വേറെ കുറേ അബദ്ധങ്ങളുണ്ടല്ലോ, അതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇത് എല്ലാം മൊത്തം കുളമാക്കിയിട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഇത് എഴുതിയ അല്ലെങ്കിൽ ഇതിൻ്റെ എഴുതിയ വ്യക്തിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ചുമതലയുള്ള അജയൻ്റെ പേരിൽ തലക്കിട്ടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അല്ല, അവിടെയാണ് സത്യാനന്തര കാലഘട്ടത്തിൻ്റെ പോസ്റ്റ് ട്രൂത്ത് ഇറ എന്നൊക്കെ പറഞ്ഞിട്ട് ഘോരം പ്രസംഗിക്കുന്ന സ്വരാജ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. അതാണ് ഞാൻ പറയുന്നത്, ഈ സഖാക്കൾക്ക് അന്തംഗമ്മികൾക്ക് തലയിൽ ആൾതാമസം ഇല്ല. തലേന്ന് വന്ന് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് എങ്ങനെ ഇങ്ങനെ ഇത് ഉണ്ടായി എന്ന് ചോദിച്ച് അയാൾക്ക് മെമ്മോ കൊടുത്തിരിക്കുകയാണ്. എന്ത് ഇല്ലാത്ത കാര്യം ഉണ്ട്, ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന്. അപ്പോൾ എന്താണ് സംഭവം? യഥാർത്ഥത്തിൽ അതുണ്ട്. സ്വരാജ് പച്ചക്കള്ളം പറയുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഇനി ആയിക്കോട്ടെ, ഈ കള്ളൻ വിജയൻ പിന്നെ ധന്യ നാടകഗ്രാമം ഉല്ലംപാറപ്പിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ വന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? മാത്രമല്ല, ഈ നമുക്കറിയാലോ സൺഡേ സപ്ലൈയിൽ ഒരു ഫീച്ചർ കൊടുക്കും, അത് ആ മനുഷ്യൻ്റെ പടവും കൂടെ വെച്ചായിരിക്കും കൊടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ, തന്നെ നാടക സംഘം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചായിരിക്കും കൊടുക്കുന്നത്. അത് വായിക്കുന്ന ആർക്കും ഒരു സംശയം തോന്നില്ല. പക്ഷേ ഈ കള്ളൻ നിന്നും വിജയനെന്ന് കേട്ട് ചാടി വീഴുന്നത് നമ്മളെ നേതാവിനെ കുറിച്ച്. ഈ ഹെഡിങ് എടുത്ത് ഏതോ യൂണിറ്റിൽ ഒരാൾ വായിച്ചപ്പോൾ ഇത് തെറ്റിദ്ധരിക്കപ്പെടും. എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കും? ഇത് പിണറായി വിജയനെ പിന്നെ ന്യൂജൻ ഭാഷയിൽ പറയില്ല, എന്നെക്കുറിച്ച് മാത്രമാണെന്ന് പറയുന്ന അവസ്ഥയാണ്. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ പിണറായി വിജയനെ ഊക്കാൻ നാട്ടുകാർ ഉപയോഗിക്കും. അതാണ് അവർക്ക് പറ്റിപ്പോയത്. അപ്പോൾ ഏതായാലും പുതിയൊരു പേരും കൂടെ കിട്ടിയിട്ടുണ്ട്, കള്ളൻ വിജയൻ എന്ന് പറയുന്നത്. വിജയനല്ലാതെ വേറെ ആര് എന്നാണ് ചോദിക്കുന്നത്. കക്കാൻ വിജയനല്ലാതെ വേറെ ആരാണെന്ന് ചോദിക്കുന്നത്. പാവപ്പെട്ട കള്ളൻ വിജയൻ എന്ന് പറയുന്ന നാടക കലാകാരൻ, അദ്ദേഹം ഒരു സൈഡിൽ കൂടെ ഒതുങ്ങിപ്പോയി. ഈ ഒരു പിണറായി വിജയൻ കാരണം ഒരു കള്ളൻ വിജയൻ കള്ളൻ വിളിച്ച് അദ്ദേഹത്തിന് ഒരു മാനക്കേടില്ല. അദ്ദേഹം അത് വളരെ അഭിമാനത്തോടെ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ തന്നെ തിരിച്ചാണ്, ശരിക്കും കള്ളത്തനെ കാണിച്ച ഒരാളാണ് ഇപ്പൊ പേടിച്ച് ഉറച്ച് നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഏറ്റവും അനിശ്ചയത്തിനായ നേതാവ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ തേജസ്സും ഓജസ്സും കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കണ്ട് മൂന്നാമതും അദ്ദേഹം അധികാരത്തിൽ വരുമെന്ന് നനച്ചിരുന്ന ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ. അങ്ങനെയുള്ള ഈ പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നു കള്ളൻ വിജയൻ എന്ന് പറയുമ്പോൾ പിണറായി വിജയനാണെന്ന് തെറ്റിദ്ധരിക്കുമെന്ന്. അപ്പോൾ അയാൾ പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ തന്നെ അയാൾ ഇവിടെ എന്താണ് കാട്ടിക്കൂട്ടിയത്, എന്തൊക്കെ അഴിമതിയാണ് കാട്ടിക്കൂട്ടിയത്, അപ്പോൾ അത് ഇവർക്കൊക്കെ അറിയാം. അദ്ദേഹം കാണിച്ചത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ കാലത്ത് അഴിമതിയാണ് ഇവിടെ ഉണ്ടായത്, ക്രമക്കേടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് അവർക്കറിയാം. അല്ല, ഇത് അവരുടെ ഒരു ആത്മബോധമാണത്. അത് സത്യാനന്ദ കാലഘട്ടക്കാരൻ മനസ്സിലാക്കണം. സത്യാനന്ദ കാലഘട്ടക്കാരൻ ഇനിയെങ്കിലും പാർട്ടി ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇതൊക്കെ പറയണം. അല്ല, സത്യാനന്ദരെ അദ്ദേഹത്തിന് അറിയാം. എന്താണെന്നറിയാം, അദ്ദേഹത്തിനും അറിയാം ഇത് ഇങ്ങനെ വരത്തുള്ളൂ എന്നുള്ള വിവരം. ഇതിപ്പോൾ ആരായാലും ഒന്ന് ആലോചിച്ച് നോക്കി. വിജയൻ എന്ന പേരിനൊപ്പം വേറെ എന്ത് ചേർത്താലും പിണറായി വിജയനെ കുറിച്ചാണത് ജനം ധരിച്ച് വശാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിണറായിയെ നമ്മൾ പലപ്പോഴും പ്രസംഗത്തിൽ അല്ലെങ്കിൽ പൊതുവേദിയിലെ വിജയൻ എന്ന് പറയുന്നത് VS ആണെന്ന്. അതെ, VS പിണറായി വിജയൻ എന്ന് പറയില്ല, വിജയൻ എന്നേ പറയുള്ളൂ. അതിൽ ഗൗരിയമ്മ, അങ്ങനെ അന്നത്തെ പിണറായിയുടെ സീനിയേഴ്സ് ആയിരുന്ന ആളൊക്കെ വിജയൻ എന്നേ പറയാറുള്ളൂ. വെളിയ ഭാർഗവൻ, അത് CPI നേതാവാണ്, അദ്ദേഹം വിജയൻ എന്നേ പറയുള്ളായിരുന്നു, പിണറായി വിജയൻ എന്ന് പറയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മൾ പൊതുവെ ഇപ്പം പിണറായി ഒരു കള്ളൻ ഒരു പേര് വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് ആൾ ശ്രദ്ധിക്കുവാൻ. വിജയൻ എന്ന് പറയുന്ന ഒരു നോർമൽ ഒരു സാധാരണ ഒരു പേരാണ്. എത്രയും വിജയൻ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഏതായാലും ഇത് വളരെ വിചിത്രമായൊരു കാര്യം തന്നെയാണ്. പരോക്ഷമായി ഇവരെ ഏറെ കുറ്റം സമ്മതിക്കുകയും ഞങ്ങളുടെ നേതാവ് കള്ളനാണെന്ന് സ്വയം വിളിച്ച് പറയുകയും എന്നിട്ട് അതിനെക്കുറിച്ച് പച്ചക്കള്ളം പത്രത്തിൻ്റെ റെസിഡന്റ് പറയുകയും ഇതുമായിട്ട് ഒന്നും ബന്ധമില്ലാത്ത ആ പത്രത്തിൻ്റെ ചുമതലയുള്ള ആളിൻ്റെ പേര് ശിക്ഷണ നടപടി സ്വീകരിക്കാൻ ഒരു മെമ്മോ എടുത്തിട്ടുണ്ട്. ശിക്ഷിക്കുമായിരിക്കാം, ശിക്ഷണ നടപടി എടുക്കുമായിരിക്കാം. ഇത് വളരെ കേട്ടുകളില്ലാത്തൊരു കാര്യമാണ്. ഇതാണ് തൊഴിലാളി സ്നേഹം എന്ന് നമ്മൾ കരുതേണ്ടി വരും. സത്യാനന്തര കാലഘട്ടം സത്യം മാത്രം പറയുന്ന സ്വരാജ്, ആ സ്വരാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പച്ചക്കള്ളം വിളമ്പിയതിന് ശേഷം സ്വന്തം ഓഫീസിൽ പോയി രേഖാമൂലം ഈ സംഭവം നടന്ന സംഭവത്തിന് അവിടുത്തെ എഡിറ്റർക്ക് മെമ്മോ കൊടുത്ത ആ ബുദ്ധിമാൻ. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമാന്മാരാണ് ഇനി ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ എന്തിനാ പറയുന്നത്, പിണറായി വിജയൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമായിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പം മകളുടെ കാര്യത്തിലാണെങ്കിലും എക്സാലോജിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും പിണറായി വിജയൻ കാണിച്ചത് മുഴുവൻ കള്ളത്തരമായിരുന്നു എന്നുള്ളത് പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഒരു പാവപ്പെട്ട കള്ളൻ വിജയൻ, ആ പാവം പിടിച്ച മനുഷ്യൻ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാവരും സന്ദർശിച്ചു. ഇപ്പം 2 പേര് ഫേമസ് ആയി. ഒന്ന് കള്ളൻ വിജയനും മറ്റൊന്ന് പിണറായി വിജയൻ ഓൾറെഡി ഫേമസ് ആണ്. അതുപോലെ ആ ലേഖനം എഴുതിയ രാജേഷും
ഫേമസ് ആയി മാറി.